Which of the following statements best explains the role of NITI Ayog in India? താഴെ പറയുന്നവയിൽ ഏതാണ് നീതി ആയോഗിൻ്റെ ഇന്ത്യയിലെ പങ്ക് നന്നായി വിശദീകരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി. NITI Ayog facilitates the creation of state-specific policies by fostering collaboration between the central and state governments. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള സഹകരണം വളർത്തിയെടുക്കുന്നതിലൂടെ സംസ്ഥാന നിർദ്ദിഷ്ട നയങ്ങൾ രൂപീകരിക്കുന്നതിന് നീതി ആയോഗ് സൗകര്യമൊരുക്കുന്നു. Which of the following is not a key feature of the new economic policy NEP of 1991 in India? ഇനി പറയുന്നവയിൽ ഏതാണ് 1991 ഇന്ത്യയിലെ പുതിയ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന സവിശേഷതയല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ബി. നാഷണലൈസേഷൻ ഓഫ് കീ ഇൻഡസ്ട്രീസ്. പ്രധാന വ്യവസായങ്ങളുടെ ദേശസാൽക്കരണം. Which of the following is a specialized financial institution established in India to promote rural development and provide credit for agricultural and rural industries? ഗ്രാമീണ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും കാർഷിക ഗ്രാമീണ വ്യവസായങ്ങൾക്ക് വായ്പ നൽകുന്നതിനുമായി ഇന്ത്യയിൽ സ്ഥാപിതമായ ഒരു പ്രത്യേക ധനകാര്യ സ്ഥാപനമാണ്. ഇനി പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ. നാഷണൽ ബാങ്ക് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് NABARD. Which of the following statements about the Green Revolution in India is not correct? ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ബി. The Green Revolution primarily focused on promoting organic farming methods and reducing chemical inputs in agriculture. ഹരിത വിപ്ലവം പ്രാഥമികമായി ഊന്നൽ നൽകിയത് ജൈവ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും കൃഷിയിൽ രാസവസ്തുക്കൾ കുറയ്ക്കുന്നതിനുമാണ്. Which of the following crops is known as the golden fiber of India? താഴെ പറയുന്നവയിൽ ഏത് വിളയാണ് ഇന്ത്യയുടെ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി. ജൂട്ട്, ചണം.